വലിയമ്മയ്ക്ക് 2 പെൺമക്കൾ ഉണ്ടായിരുന്നു. കുട്ടിയേടത്തിയും ജാനുവേടത്തിയും. ജാനുവേടത്തിയെ കാണാനാണ് ചന്തം. വെളുത്തിട്ടാണ്, നീലിച്ച ഞരമ്പുകൾ തെളിഞ്ഞു നിൽക്കുന്ന കൈത്തണ്ടകൾക്ക് വാഴക്കൂമ്പിൻ്റെ മിനുപ്പുണ്ട്. അവർ അടുത്തു വരുമ്പോൾ ചന്ദന സോപ്പിൻ്റെ മണമുണ്ട്. എപ്പോഴും അവരുടെ മുണ്ടും ബ്ലൗസുമൊക്കെ വെളുവെളെ തെളിഞ്ഞിരിക്കും. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം കുട്ടിയേടത്തിയോടായിരുന്നു. കുട്ടിയേടത്തി കറുത്തിട്ടാണ്. ജാനുവേടത്തിയുടെ അഭിപ്രായത്തിൽ തൊട്ട് കണ്ണെഴുതാം. ചിരിക്കാതിരിക്കുമ്പോഴും വലിയ 2 പല്ലുകളുടെ അറ്റം പുറത്തു കാണും. അവരുടെ കൈത്തണ്ടയിൽ പിടിക്കുമ്പോൾ ഉണങ്ങിയ വിറകുകുള്ളിയിൽ പിടിക്കുന്ന പോലെ എന്തൊരു പരുപരുപ്പാണ്. കറുത്ത പുള്ളിയുള്ള ജാക്കറ്റാണ് നിത്യവും കാണുക. നിറയെ അഴുക്കുണ്ടാവും. മുണ്ടിൽ മണ്ണും കരിയും കാണാത്ത നേരമില്ല. അടുത്തു വരുമ്പോൾ വിയർപ്പിൻ്റെയും എണ്ണയുടെയും നനച്ച് നിവർത്താതെയിട്ട ഈറൻ തുണിയുടെയും മണമുണ്ട്. ഓക്കാനം വരും. ഒരു കാര്യം വിട്ടുപോയി. കുട്ടിയേടത്തിയുടെ ഇടത്തെ കാതിൽ മണിയുണ്ട്. മണി എന്ന് വെച്ചാൽ ഒരു കഷ്ണം മാംസം തുറിച്ചു നിൽക്കുന്നതാണ്. അവർ അടുത്തു വന്ന് നിൽക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, തല വേർപെടുത്ത് ഇരിക്കുമ്പോൾ എല്ലാം ഞാൻ മണിയായിരിക്കും നോക്കുന്നത്. കുട്ടിയേടത്തി അത് തൊടുന്നത് കാണുമ്പോൾ അറപ്പു തോന്നുന്നത് എനിക്കാണ്. എന്നാലും കുട്ടിയേടത്തിയെ എനിക്കിഷ്ടമായിരുന്നു. വീട്ടിൽ ആർക്കും കുട്ടിയേടത്തിയെ ഇഷ്ടമല്ല. വലിയമ്മ കാണുമ്പോഴൊക്കെ ശകാരിക്കും. കാരണങ്ങൾ എപ്പോഴും ഒന്നാണ്: അടക്കമില്ല, ഒതുക്കമില്ല. തോട്ടം മുടിയാൻ കാലത്ത് ചണ്ണ പൊട്ടുമെന്നൊരു തത്വവും ശകാരത്തിൻ്റെ കൂടെ വലിയമ്മ പറയും. അതുകൊണ്ടും തീർന്നില്ലെങ്കിൽ നീയാവും കാലത്ത് നക്കുപ്പും നാരായക്കല്ലും ഉണ്ടാവില്ല. എപ്പോഴും കേൾക്കാറുള്ളത് കൊണ്ടാവണം കുട്ടിയേടത്തി അപ്പോൾ ഉറക്കെ ചിരിക്കും. അത് കണ്ടാൽ വലിയമ്മയ്ക്ക് കലി കയറും. അടുത്തു കിടക്കുന്ന വെട്ടുകത്തിയോ മരക്കയിലോ എടുത്ത് അടിക്കാൻ ഓങ്ങിക്കൊണ്ട് പറയും: പൊയ്ക്കോ എൻ്റെ മുൻപെന്ന്, പൊയ്ക്കോ. ഇതിനെ എൻ്റെ വയറ്റിലൂറിയപ്പോൾ ജന്മം പാഴായി. കുട്ടിയേടത്തി വലിയമ്മ പറയുന്നത് മിക്കപ്പോഴും അനുസരിക്കില്ല. എൻ്റെ കൂടെ നടന്ന് കളിക്കാനാണ് അവർക്കിഷ്ടം. കയ്യാലയുടെ പിന്നിലിരുന്ന് കൊത്തങ്കല്ല് കളിക്കും. മണലിൽ മാന്തി കുഴിയാനയെ പിടിച്ചു തരും. ഇതൊന്നും വലിയമ്മ കാണാതെ വേണം. എൻ്റെ അമ്മയും കാണാൻ പാടില്ല. കണ്ടാൽ ശകാരം എനിക്കല്ല, കുട്ടിയേടത്തിക്കാണ്. മാളുക്കുട്ടിയെ വലിയമ്മ വിളിക്കും, ഇടിമുരളുന്ന ശബ്ദത്തിൽ. വിളി കേട്ടില്ലെങ്കിൽ പിന്നത്തെ വിളി: എടി ഒരുമ്പെട്ടോളെ. എന്താ അമ്മയ്ക്ക്? കുട്ടിയേടത്തിക്ക് അത് രസിക്കില്ല. ഒന്നിഞ്ഞോക്കണം പോന്ന ഒരു പെണ്ണാടി നീയ്. കുറ്റാടി 2 കച്ച തരാൻ ഒരുത്താൻ വരാത്തത്. കുട്ടിയേടത്തി കളിച്ചു നടക്കാൻ പാടില്ല, ദോഷമുണ്ട്. കുട്ടിയേടത്തിക്ക് ഒരാൾ വരില്ല. വലിയമ്മ എന്നെ ശകാരിക്കില്ല, ഉപദേശിക്കും.